ഇല്ലല്ലോ ഇല്ലല്ലോ പല്ലില്ല കാല് റൊട്ടിയിലിട്ടില്ല ഇല്ലല്ലോ ഇല്ലല്ലോ കുട്ടിക്ക് പല്ലില്ല കാല് റൊട്ടിയിലിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായി ഫിസിമോന് സമൂസക്ക് പൂതി അറിയുന്നു. അപ്പോൾ അവനും കഴിക്കാം നമുക്കും കഴിക്കല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമൂസയാണ് കേട്ടോ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ വെള്ളത്തിലല്ല, നേരെ ചുടുവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. എന്നാൽ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ, ഈ സാധാ വെള്ളത്തിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ ചുടുവെള്ളത്തിലാണ് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നന്നായി കുഴച്ചെടുത്തു കേട്ടോ. കുഴച്ചെടുത്ത് അപ്പം തന്നെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സമൂസ കൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരത്തിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇതുപോലത്തെ ബോൾസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഫൈസിക്കാക്ക ഇവിടുന്ന് പുറത്തുനിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. സ്നാക്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ വന്ന ഉടൻ തന്നെ ചായ വേണോ, മറ്റേ സ്നാക്സ് ഒന്നും വേണ്ട, ചായ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇസമോളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീട്ട് ദില്ലു ഇസമോക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കളിപ്പിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ 1-2 സ്പൂണ് വായക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ മുത്താറി കാച്ചിയതാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമൂസക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ മല്ലിയില അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഓവറായിട്ട് വഴന്ന് കിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇതൊന്ന് മൂടി വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ ഉള്ളി വഴന്നൊന്നും വരണ്ട കേട്ടോ, ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർ ഇതിലേക്ക് തക്കാളി ഒന്നും ആഡ് ചെയ്യില്ല. ചിക്കനോ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാൻ സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അത് ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം. പിന്നെ എരിവിനനുസരിച്ച് മുളകും പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മസാലയിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഇതുപോലെ പരത്തി 4 ഹാഫ് ഭാഗത്തിലാക്കി മസാലക്കൂട്ടുകൾ ഇതിൽ നിറച്ചതിന് ശേഷമാണ് ഞാൻ സമൂസ ഫ്രൈ ചെയ്യുന്നത്. ആ തിളച്ച എണ്ണയിലോട്ട് ഞാൻ ഈ സമൂസകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കോരിയെടുക്കാം. അപ്പോൾ ചുടുവെള്ളത്തിലായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സമൂസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സമൂസകളൊക്കെ ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള ഇതിലേക്ക് നിൽക്കട്ടോ. അപ്പോൾ ഞാൻ സമൂസ പ്ലേറ്റിലൊക്കെ ആക്കി ഇനി നമുക്ക് എല്ലാവർക്കും ചായയൊക്കെ കുടിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സമൂസ. ഫിസിമോനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്.
കാരണം ഫിസിമോന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലത്തെ സമൂസയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ സമൂസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഫൈസൽക്കാക്ക പുറത്തൊക്കെ പോവുകയാണ് കേട്ടോ. ആരോ ഫ്രണ്ട്സുകൾ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫിസിമോന് ഒറ്റക്കായതുപോലെ കേട്ടോ, ദിയൊന്നുമില്ല. അപ്പോൾ ഫിസിമോന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര പണിയിലാണ് കേട്ടോ. ദിതും അതുപോലെ തന്നെ ഫിസിമോനൊക്കെ ഇവിടെ ഭയങ്കര പണിയിലാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഉരുളക്കിഴങ്ങ് പൊരിച്ചതും അതുപോലെ തന്നെ തൂമ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ചോറൊക്കെ കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് കഴിക്കുകയാണ്. അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതുപോലൊക്കെ കഴിക്കുന്നത്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഉരുളക്കിഴങ്ങ് പൊരിക്കണം തൂമ്പുണ്ടാക്കണതൊക്കെ പറഞ്ഞു തരുമായിരുന്നു എനിക്ക്. അപ്പോൾ പൊരിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ. കാരണം പൊരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓരോന്നോരോന്ന് കഴിച്ചപ്പോഴേക്കും തീർന്നപ്പോൾ പിന്നെ വീണ്ടും ഉണ്ടാക്കി. ഇതുമല്ലേ തൂമ്പുണ്ടാക്കി, അപ്പം നല്ല ലൂസ് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടൈറ്റ് രൂപത്തിലാക്കാന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ തൂമ്പൊന്ന് ശരിയാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി എടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. Maningkat Palezina Mullapumanakkandina Muttatta Povumbul Pakandina Havandina Kalbandina Danda അമ്മമ്മ വീഡിയോ എടുക്കാനേ ഇനി ബജുവിന് Parlani Ima Isenam Arninge Nerekam Abujuji Vidani Kirimisa Ade Tonani Iska Kali Endani Iska Kalimu Nametetu Mudile Gatani Mudile Amalanu Narani Iskata Andameted Adani Mudile Ajubaji Sartani Nikagani Muname. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫൈസൽ കാക്കയും കുട്ടികളും ഞാനൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം ഇതേപോലെ ബെഡ്റൂമിൽ ഒന്ന് ചിലവഴിക്കും. കുട്ടികൾ പോയാൽ ഭയങ്കര സങ്കടമാണ്, കാരണം ഉറങ്ങുന്നവരെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടാവും കേട്ടോ.
ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.